എല്ലാ മാന്യ പ്രേക്ഷകർക്കും സിംപ്ലി ക്രിയേറ്റീവ് ദേവി മുരളി ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും നൽകി ഷെയർ ചെയ്യണം. കർക്കശക്കാരനാണെങ്കിലും ഭർത്താവല്ലേ, അയാളെ മറന്നിട്ട് മറ്റൊരാളോട് എന്തിന് ചങ്ങാത്തം കൂടണം? വേണ്ട, പോകേണ്ട, അയാൾ എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളട്ടെ. എനിക്കെന്താ പറ്റിയത്? ചിന്തിച്ച് നന്ദ ഉറക്കത്തിലേക്ക് വീണു. മനു അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളിലെ താല്പര്യമില്ലായ്മ, ഉറക്കത്തിലെ തിരിമറിയൽ എല്ലാം അയാളെ അസ്വസ്ഥനാക്കി. രാവിലെ എവിടെയോ പോകാനായി അയാൾ റെഡിയാവുന്നത് കണ്ടു. ഇതിനിടയിൽ അലറിക്കൊണ്ട് അയാൾ ചോദിച്ചു, എൻ്റെ ഷൂസ് എവിടെ? ബ്രേക്ക്ഫാസ്റ്റ് എവിടെ? നിനക്കെന്താ ഇവിടെ പണി? ചോദ്യങ്ങൾ കൊണ്ട് അയാൾ എന്നെ ശ്വാസം മുട്ടിച്ചു. ഞാനെന്താ ഇവിടുത്തെ ജോലിക്കാരിയോ? എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയത് അങ്ങനെയായിരുന്നു. പക്ഷേ ഞാനത് പുറത്ത് പറഞ്ഞില്ല. എന്തൊക്കെയോ കഴിച്ചു എന്ന് വരുത്തിയ അയാൾ പുറത്തേക്ക് ഇറങ്ങി. എവിടെ പോകുന്നു? നന്ദ ചോദിച്ചു. എൻ്റെ വീട്ടിലേക്ക്, അയാളുടെ മറുപടി. അതെന്താ ഞാൻ വരണ്ടേ? നന്ദ ചോദിച്ചു. നിനക്ക് നിൻ്റെ വീടല്ലേ ഇഷ്ടം, നീ ഇവിടെ നിന്നോ. ഞാൻ രാത്രിയിൽ വരാം. അയാൾ പെട്ടെന്ന് കാർ സ്റ്റാർട്ടാക്കി പോയി കഴിഞ്ഞു. രാത്രിയിൽ വരാൻ പോലും എന്തിനാണോ എന്തോ. ഇയാൾ എന്നെ അവോയ്ഡ് ചെയ്യുകയാണോ? നന്ദിയുടെ മനസ്സിലാകെ സംശയം. എവിടെയോ ഒരു നിസ്സംഗത, ആകെ ഒരു ശൂന്യത പോലെ. അമ്പലത്തിൽ പോയാൽ മനസ്സിനൊരു സമാധാനം കിട്ടും. പെട്ടെന്ന് സെറ്റ് മുണ്ടൊക്കെ ഉടുത്ത് മുടി വിടർത്തിയിട്ട് അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. ദേവനെ ഒന്ന് കണ്ടെങ്കിൽ മനസ്സ് കൊതിച്ചു. ശിവനെ തൊഴുത് നിൽക്കുമ്പോഴും ആൽത്തറയിൽ ദേവൻ ഉണ്ടായിരിക്കണേ എന്നവൾ പ്രാർത്ഥിച്ചു. ഞാനും എൻ്റെ ആത്മസഖിയും എന്ന തുടർക്കഥയുടെ 3-ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക. എവരി സൺഡേ 7 PM. ഓക്കെ, ബൈ ബൈ. വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും നൽകി ഷെയർ ചെയ്യണം.